ഹലോ എവ്രി വൺ. ഈ അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെയുള്ള റോളർ കോസ്റ്ററുകളില്ലേ, ഉയർന്ന് താഴ്ന്ന് കറങ്ങി തിരിഞ്ഞ് കളിക്കുന്ന ചില റൈഡുകൾ, അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഗ്ലോബലി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്സ് എല്ലാം ഇപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൈഡുകളിൽ കയറിയിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെതും. നമ്മളെയും കൊണ്ടത് മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, പക്ഷേ താഴേക്ക് പോരുമ്പോൾ എല്ലാവരുടെയും നിലവിളി കേൾക്കാം. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്തരം വോളറ്റൈൽ ടൈംസ് വളരെ ഡിഫിക്കൽട്ടായ സമയമാണ്. സ്റ്റോക്ക് മാർക്കറ്റ്സിനെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊരു സ്പെസിഫിക് സെക്ടർ മാത്രം എടുത്ത് ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു സെക്ടർ ഉണ്ട്, എൻ്റയർ എക്കോണമിയെക്കാളും 2 മടങ്ങ് വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു സെക്ടർ. 1998 ഇന്ത്യയുടെ GDP-യിൽ 1.2% മാത്രമാണ് ഈ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. 2019 ആയപ്പോഴേക്കും അത് 10% ഉയർന്നു. ഈ കാലയളവ് കൊണ്ട് ഗ്ലോബലി തന്നെ അതിൻ്റെ പ്രസൻസ് കാണിക്കുകയും ചെയ്തു. IT സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക IT കമ്പനീസിൻ്റെയും റവന്യൂസ് കാര്യമായി വരുന്നത് ഫോറിൻ മാർക്കറ്റ്സിൽ നിന്നാണ്, മെയിൻലി USA ആൻഡ് യൂറോപ്പിൽ നിന്ന്. അതായത് ഫോറിൻ IT കമ്പനീസുമായി അവരുടെ ഹോംലാൻഡിൽ പോയി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ IT സെക്ടർ. സ്റ്റോക്ക് മാർക്കറ്റിൽ IT സെക്ടറിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ IT ജയൻസിന് മുൻ വർഷങ്ങളിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും IT സെക്ടർ മാർക്കറ്റിൽ മികച്ച രീതിയിൽ പോവുകയായിരുന്നു. പക്ഷേ ഈ അടുത്തായി നടക്കുന്ന മാർക്കറ്റ് കറക്ഷൻ IT സെക്ടറിനെ മറ്റു സെക്ടറുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മോശമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കാണാം. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ നോക്കുമ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി 7.21% ആണ് താഴ്ന്നതെങ്കിൽ, ഇതേ സമയം ബെഞ്ച് മാർക്ക് IT ഇൻഡെക്സ് ആയ നിഫ്റ്റി IT 28%ഓളമാണ് താഴ്ന്നത്. റഷ്യ ഉക്രൈൻ വാർ, ഇൻഫ്ലേഷൻ, COVID-19, ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങിയ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഏകദേശം എല്ലാ സെക്ടേഴ്സിനെയും ബാധിച്ചിട്ടുണ്ട് എന്നതൊരു ഫാക്റ്റ് ആണെങ്കിലും മറ്റ് സെക്ടേഴ്സ് പതിയെ റിക്കവറായി വന്നു തുടങ്ങുമ്പോഴും IT സെക്ടർ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ വാല്യൂവിൻ്റെ 1/4 ഭാഗത്തോളം കറക്ഷനാണ്. നമ്മുടെ സ്റ്റാർ പെർഫോമറായ IT സെക്ടറിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഇനി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ IT കമ്പനീസ് ഈ കറക്ഷന് മുൻപ് നല്ല പ്രീമിയം ലെവലിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ആ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഗ്രോത്ത് അവർ പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല. സ്വാഭാവികമായും കറക്ഷൻ നടക്കും. ഇത് ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെയാണ് US-ലെ ടെക് സ്റ്റോക്കുകളും കടന്നു പോകുന്നത്. ടെക്നോളജിയുടെ യൂട്ടിലിറ്റി എത്രമാത്രമാണെന്ന് കണ്ടതോടെ COVID-19 ശേഷമുള്ള മാസങ്ങളിൽ ഈ സ്റ്റോക്കുകളുടെ പ്രൈസ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് കാണിച്ചത്. പക്ഷേ US-ൽ ആദ്യത്തെ പലിശ നിരക്ക് വർധനവ് വന്നപ്പോൾ ഈ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ അവരുടെ ഏർണിങ്സുമായിട്ട് മാച്ച് ആവാതെ വന്നു. അങ്ങനെ US ഫെഡ് മാർക്കറ്റിലേക്ക് പണം ഒഴുക്കുന്നത് നിർത്തിയപ്പോൾ ഈ കമ്പനീസിന് ഒരു ഹെവി കറക്ഷൻ നേരിടേണ്ടി വന്നു. തുടർച്ചയായി പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടും USA-ലെ ഇൻഫ്ലേഷൻ കുറയാനുള്ള ഒരു ലക്ഷണവും കാണിച്ചില്ല. USA-ൽ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും വളർച്ച കുറയുന്നതിനെക്കുറിച്ചുമുള്ള ഒരു പേടി നിലനിൽക്കുന്നത് ഇന്ത്യൻ IT കമ്പനീസിനെയും ബാധിച്ചു. നമ്മുടെ ടെക്നോളജി കമ്പനീസ് ഈ അടുത്ത കാലങ്ങളിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നം ഹൈ എംപ്ലോയി അട്രീഷൻ റേറ്റ് ആണ്. തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കിന്റെ റേറ്റ് കൂടി വരുന്നത്. കൂടുതൽ എംപ്ലോയീസ് ഇങ്ങനെ പണി കളഞ്ഞു പോകുന്നതും മറ്റു ജോലികളിലേക്ക് കടക്കുന്നതും IT കമ്പനീസിന് നല്ല തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഈ കമ്പനികളുടെ മെയിൻ എക്സ്പെൻസ് തന്നെ എംപ്ലോയി കോസ്റ്റ് ആണ്. പുതിയ ആളുകളെ ജോലിക്കെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആവശ്യമുള്ള പ്രൊഡക്ടിവിറ്റി ഒരു പുതിയ എംപ്ലോയിക്ക് ഉണ്ടായി വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിനെ പിടിച്ചു നിർത്തൽ ആവശ്യമായി വരുന്നത് കൊണ്ട് അവരുടെ കോസ്റ്റും കൂടി വരികയാണ്. സാലറി ഉയർത്തുക, സ്റ്റോക്ക് ഓപ്ഷൻ നൽകുക തുടങ്ങിയ എംപ്ലോയി ബെനിഫിറ്റ് നന്നായി കൊടുക്കേണ്ടി വരും അവർക്ക്. പക്ഷേ ഇതിനിടയിലും സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു തന്നെ വരികയാണ് എന്നുള്ളത് IT കമ്പനീസിന് ഹെൽത്തി പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ഗുണം ചെയ്തിരിക്കുകയാണ്. അതിന്റെ കാരണം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇവർക്കൊക്കെ ഇന്റർനാഷണൽ ക്ലയൻസുമായി ഹ്യൂജ് എക്സ്പോഷർ ആണ് ഉള്ളത് എന്നതുകൊണ്ടാണ്. അപ്പോൾ IT സെക്ടറിന്റെ ഫ്യൂച്ചർ എന്താണ്? എക്സ്പേർട്സ് ആയ ചില ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. 3 വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. നമ്പർ 1, DD മിശ്ര. DD മിശ്ര ഈ സീനിയർ ഡയറക്ടർ അനലിസ്റ്റ് അറ്റ് ഗാർട്ട്നറിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് മിസ്റ്റർ മിശ്ര വർക്ക് ചെയ്തിരുന്നത് NIIT ടെക്നോളജീസ്, ടെക് മഹീന്ദ്ര, വോഡാഫോൺ ഇന്ത്യ തുടങ്ങിയ വലിയ കമ്പനികളിലാണ്. ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് എ ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ ഫിസിക്സ്. അടുത്തത് മിതുൽ ഷാ. മിതുൽ ഷാ ഈസ് കറന്റ്ലി ഹെഡ് ഓഫ് റിസർച്ച് അറ്റ് റിലയൻസ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. 17 വർഷത്തിലധികം ഇൻഡസ്ട്രി വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ അംബരീഷ് ബലിക ഈസ് എൻ ഇൻഡിപെൻഡന്റ് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. മാർക്കറ്റിന്റെ നാനാ തുറകളിലും കഴിഞ്ഞ 35 വർഷം
വർഷമായി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇദ്ദേഹം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കരിയർ തുടങ്ങുന്നത് പ്രൈസ് വാട്ടർ ഹൗസിലാണ്. പിന്നീട് അദ്ദേഹം കൊട്ടാക്, കാർവി, വേ ടു വെൽത്ത്, എഡിൽവീസ് തുടങ്ങിയ റെപ്യൂട്ടഡ് ഫേംസിൽ വെൽത്ത് മാനേജ്മെന്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് അഡ്വൈസറി, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ്, റീറ്റെയിൽ ഫിനാൻസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്നീ സെഗ്മെന്റ്സിന്റെ ഒക്കെ ഹെഡായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ US റെസഷൻ ഇന്ത്യൻ IT സെക്ടേഴ്സിന്റെ കുതിപ്പിനെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് മിസ്റ്റർ DD മിശ്ര പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. In a short to medium term, we do not see that it is going to create any challenge for the IT service providers at the moment, because their pipeline is full and they are doing well at the moment, and we are not hearing from our end customers that they have significant concerns about the recession, and the call volume is not at the moment high, which indicates that there is something happening which needs to be taken care at the moment. But having said so, we need to keep a close watch on what is happening and how it is unfolding. In a short term, it may not impact. In a long term, if it happens, then it may have some impact on the speed, on the transformation which the providers are doing. But that impact, as of now, what we see is that going to be minimal and will not have a significant impact on the guidance and the forecast which they have made so far. ഷോർട്ട് ടു മീഡിയം ടേം എടുക്കുമ്പോൾ ഇന്ത്യൻ IT സെക്ടേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഓർത്ത് വലിയ ആകുലതകളൊന്നും ആവശ്യമില്ല എന്നാണ് മിസ്റ്റർ DD മിശ്രയുടെ അഭിപ്രായം. കാരണം ഇന്ത്യൻ IT കമ്പനീസിന് ലോങ് ടേം കോൺട്രാക്റ്റുകളും ധാരാളം പ്രൊജക്ട്സുകളും കയ്യിലുണ്ട്. പക്ഷേ എങ്കിലും US-ൽ പൊട്ടൻഷ്യൽ റിസഷൻ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് ഇൻഡസ്ട്രി ഗ്രോത്തിന്റെ മൊമെന്റത്തിൽ ഒരു ഇടിവുണ്ടാക്കാം. ഇൻഡസ്ട്രിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന മാർജിൻ കംപ്രഷൻസ് വരുന്ന 1 to 2 ക്വാർട്ടേഴ്സിൽ ഏതാനും ടെക് കമ്പനികളുടെ മോശം പെർഫോമൻസിലേക്ക് നയിച്ചേക്കാം എന്നും അദ്ദേഹം പറയുന്നു. കമ്പനികളുടെ ടോപ്പ് മാനേജ്മെന്റുമായി ഇൻവെസ്റ്റർ മീറ്റിംഗ് നടത്തിയ അനലിസ്റ്റുകൾ പറയുന്നത് ടോപ്പ് ലെവലിൽ നിന്നും വരുന്നത് പോസിറ്റീവ് ഗൈഡൻസ് തന്നെയാണ് എന്നാണ്. അപ്പോൾ ജാഗ്രതയോടെയുള്ള പോസിറ്റീവായ ഒരു അപ്രോച്ച് ഈ സെക്ടറിൽ എടുക്കുന്നതായിരിക്കും വിവേകപരമായ കാര്യം എന്നാണ് മിസ്റ്റർ മിശ്ര പറയുന്നത്. ഇനി Q1 IT ഏർണിംഗ്സ് എടുത്തു നോക്കുമ്പോൾ IT സെക്ടറിന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് മിസ്റ്റർ മിതുൽ ഷാ പറയുന്നത് നമുക്ക് കേൾക്കാം. Nifty IT index has corrected by nearly 26% from peak level because of the valuation contraction. But after this correction, these companies are now trading close to their historical long-term average PE valuation. Though still it is not very attractively valued, there is possibility of some pressure on the stock prices over near term. But we believe that now it is no more expensive and slowly becoming attractively valued. So we advise to accumulate at every decline with a long-term positive view on the stock. അപ്പോൾ കണ്ടല്ലോ, മിതുൽ ഷാ പറയുന്നത് IT സെക്ടറും IT ഇൻഡെക്സും വലിയ കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ കറക്ഷൻ ഉണ്ടായത് മെയിനായിട്ടും വാല്യുവേഷൻ കോൺട്രാക്ഷൻ കാരണമാണ് എന്നാണ്. ഈ സെക്ടർ അതുവരെയും ഒരു പ്രീമിയം വാല്യുവേഷനിലായിരുന്നു. പക്ഷേ മേജർ കറക്ഷൻ സംഭവിച്ചിട്ടുള്ളത് ടയർ 1 IT കമ്പനീസിലാണ്, ലൈക്ക് വിപ്രോ, HCL എക്സെട്ര. അതേസമയം പെർസിസ്റ്റന്റ് പോലെയുള്ള മിഡ് ടയർ കമ്പനീസ് ഇപ്പോഴും കുറച്ച് പ്രീമിയം വാല്യുവേഷനിൽ തന്നെ ആണ് നിലനിൽക്കുന്നത്. ഈ മിഡ് ടയർ കമ്പനീസും സെക്ടറും ഇപ്പോഴുള്ള വാല്യുവേഷനിൽ അണ്ടർ വാല്യൂഡ് ആവുകയുമില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഹയർ അട്രീഷൻ റേറ്റ്, പ്രോഫിറ്റ്സിലും റവന്യൂസിലുമുള്ള കുറവ്, മാർജിൻസ് കുറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇപ്പോഴുള്ള കണ്ടീഷൻസ് കാരണം ടയർ 1 IT സ്റ്റോക്സിന് ഷോർട്ട് ടേമിലേക്ക് അണ്ടർ പെർഫോമൻസ് പ്രഷർ ഉണ്ടായിരിക്കും. എന്തായാലും ഈ സെക്ടർ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഹൈ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ കാരണമാണ് ഇത് മുൻപ് പ്രീമിയം ലെവലിൽ ട്രേഡ് ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ സെക്ടർ ഒരു ലോങ് ടേം ആവറേജ് വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇനി അംബരീഷ് ബലിക പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. Most of the IT companies have come up with subdued performance, mostly below analyst expectations. A few performers have been from the mid-cap space. One of the continued bother is the attrition level, which in turn has an effect on the margins due to the increased employment-related costs. However, channel checks suggest that it could be topping out. Most of the managements have been upbeat on the order flows despite the expected global slowdown, especially in important markets like US, Europe and UK. I would possibly take this positive management commentary with a pinch of salt, as the discretionary spend budget may in fact get slashed if we
really witness a slowdown. The next 2 quarters could be slightly weak for this sector, and post December, we could hope for a upswing or a revival, as most central bank interventions would have been done by then. ഒരു നല്ല ഓർഡർ ബുക്ക് ഒക്കെ ഉണ്ടെങ്കിലും IT സെക്ടറിന് ഈ ഇയർ ഒരു വീക്ക് ഇയർ ആയിരിക്കുമെന്നാണ് അംബരീഷ് ബലിക പറയുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഉയർന്ന അട്രീഷൻ റേറ്റും കൂടി വരുന്ന എംപ്ലോയി റിട്ടൻഷൻ കോസ്റ്റും IT സെക്ടറിന്റെ മാർജിൻസിനെ ബാധിക്കുന്നുണ്ട്. ഇത് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യും. വിപ്രോ പോലെയുള്ള ഭീമൻ കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില മിഡ് ക്യാപ് കമ്പനികൾ ഇതിനിടയിലും ബെറ്റർ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഈ അടുത്ത് പുറത്തു വന്ന ന്യൂസ് പ്രകാരം ഒരു സ്ട്രോങ് ഹയറിംഗ് സീസണിന് ശേഷം പുതിയ ജോലിക്കാരെ എടുക്കുന്നത് കുറഞ്ഞേക്കാം എന്നാണ് പറയുന്നത്. തങ്ങളുടെ കയ്യിൽ ഒരു ഹെൽത്തി ഓർഡർ ബുക്ക് ഉണ്ട് എന്നതുകൊണ്ട് മേജർ IT ഫേംസിന്റെയും മാനേജ്മെന്റുകൾ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ മിസ്റ്റർ അംബരീഷ് പറയുന്നത് കാര്യങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ചു മോണിറ്റർ ചെയ്യുക തന്നെ വേണമെന്നാണ്. കാരണം USA, UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള മേജർ മാർക്കറ്റുകൾ സ്ലോ ഡൗൺ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റീജിയൻസിൽ തന്നെയാണ് ഇന്ത്യൻ IT കമ്പനീസിന്റെ പ്രധാന ക്ലയൻസും ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ IT സെക്ടർ ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ഈ വർഷം അവസാനം വരെ നേരിട്ടേക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഡിസംബറിന് ശേഷമൊക്കെ കമ്പനീസും ഈ സെക്ടറും ഒരു തിരിച്ചുവരവ് നടത്തിയേക്കാം. കാരണം പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകൾ ഈ കാലയളവ് കൊണ്ട് ഇൻഫ്ലേഷൻ പിടിച്ചു കെട്ടാനും എക്കണോമിയുടെ സ്ലോ ഡൗണിനെ ചെറുക്കുവാനും ആവശ്യമായ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ IT ഇൻഡസ്ട്രിയെക്കുറിച്ച് എക്സ്പേർട്സിന് പറയാനുള്ളത് ഇതൊക്കെയാണ്. വർഷങ്ങളായി ഈ സെക്ടറുമായി ചേർന്ന് പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവർ. നമ്മുടെ നാട്ടിലെ കാര്യം എടുത്ത് നോക്കുമ്പോൾ എംപ്ലോയീസിന്റെ ഉയർന്ന കൊഴിഞ്ഞുപോക്ക്, അട്രിഷൻ റേറ്റ് കമ്പനീസിന്റെ മാർജിൻസിനെ ബാധിക്കുന്നുണ്ട്. കാരണം എംപ്ലോയീസിനെ പിടിച്ചു നിർത്താനുള്ള കോസ്റ്റും പുതിയ ആളുകളെ കണ്ടെത്താനുള്ള ചെലവും ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം USA കാര്യം എടുത്താൽ റിസഷൻ, ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ഇൻക്രീസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്നീ കാര്യങ്ങളൊക്കെ ഒരു ഭീഷണിയായി അവിടെ ഉണ്ട്. ഇതെല്ലാം റിയൽ ആയി വന്നാൽ ഇന്ത്യൻ IT സെക്ടറിന്റെ ഗ്രോത്തിനെ അത് തകിടം മറിച്ചേക്കാം. എങ്കിലും എക്സ്പേർട്സ് മെൻഷൻ ചെയ്യുന്ന പോലെ ഷോർട്ട് ടു മിഡ് ടേമിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം കമ്പനീസിന് ഇപ്പോൾ തന്നെ ഒരു മികച്ച ഹെൽത്തി ആയ ഓർഡർ ബുക്ക് നിലവിലുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കുറയുന്നതിൽ നിന്നും ഇന്ത്യയുടെ IT സെക്ടറിന് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. കാരണം ടോട്ടൽ റവന്യൂവിന്റെ 40 to 78% വരുന്നത് US-ൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ നിന്നും IT സെക്ടർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്താനും ഇൻവെസ്റ്റിംഗും വെൽത്ത് ജനറേഷനുമായിട്ടുള്ള ക്വാളിറ്റി കണ്ടന്റ്സ് നിങ്ങളിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.